ഫോണിലോടൊന്ന് നമ്പർ നോക്കണൊക്കെ നമ്പർ നോക്കണ Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് പ്രോബ്ലംസ്. പ്രോബ്ലംസ് നമ്മളെ കുറച്ച് പറഞ്ഞല്ലേ, ജനറൽ പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. ജനറൽ പ്രോബ്ലംസ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, വായിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് OPD-ല് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് അറ്റ് OPD. പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പേജ് നമ്പർ 27. ഓക്കെ, അപ്പോ പ്രോബ്ലംസ് അറ്റ് OPD-ല് ഫസ്റ്റ് ജനറൽ പ്രോബ്ലംസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. It is found that there are a large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors to serve it compared to the number of patients who arrive at the clinic. എന്താ പറയുന്നത്? Insufficient number of doctors അല്ലെ, ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ OPD ഡിപ്പാർട്ട്മെന്റില്. ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാതെ ആകുമ്പോൾ എന്താണ്, രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോ 100 രോഗികൾക്ക് ഒരു ഡോക്ടർ ആയിരിക്കും. ഒരു ഡോക്ടർ വെച്ച് ഇങ്ങനെ കൺസൾട്ടേഷൻ നടത്തുമ്പോ കുറെ അധികം രോഗികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, ചിലവർക്ക് കാത്തുനിന്ന് മുഷിഞ്ഞ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഡോക്ടറെ കൺസൾട്ടേഷൻ റൂമിലോട്ട് കയറാനായിട്ട് തിരക്കും അനുഭവപ്പെടാം അല്ലെ. നിങ്ങൾ കാണാറില്ലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ കുറെ അധികം ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് ചിലപ്പോ കാലത്ത് തന്നെ വന്ന് നിൽക്കുന്നതായിരിക്കും, ഡോക്ടർ ഇല്ലാതെ ആകുമ്പോ. അല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോ ഒരു ഡോക്ടറൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ്, കാത്തുനിന്ന് മുഷിയും. അവർക്ക് ചിലപ്പോ ഡോക്ടറെ കണ്ടിട്ട് വേറെ വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ദേഷ്യം വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. അതിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ. ക്ലിയർ ആയോ? Insufficient number of doctors. വായിച്ചാല് കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആയ പോയിന്റ്സ് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ്? Inappropriate appointment system. Appointment patient has not properly over non-appointment patient. This creates congestion in the clinic during the belonging of the day. ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടാവില്ല അല്ലെ.
ചിലപ്പോ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് എന്താണ് ഈ അപ്പോയിന്റ്മെന്റ് എടുക്കും. അപ്പൊ നമ്മളോട് പറയും ഡോക്ടർ ഇന്ന സമയത്ത് വരുള്ളൂ, ഡോക്ടർ 10 മണിക്ക് വരുള്ളൂ, നിങ്ങളുടെ നമ്പർ 15 ആണ്, അപ്പൊ ഒരു 10:15 അല്ലെങ്കിൽ 10:30 കൂടിയിട്ട് എത്തിയാൽ മതി എന്ന് പറയാറില്ലേ? ബുക്ക് ചെയ്യുമ്പോ പറയാറുണ്ടോ? റിസപ്ഷനിൽ വിളിച്ച് ചോദിക്കുമ്പോ അങ്ങനെ പറയാറുണ്ട് അല്ലെ? നമ്മള് ബുക്ക് ചെയ്യുമ്പോ നിങ്ങളുടെ നമ്പർ 15 ആണ്, ഒരു 10:15 അല്ലെങ്കിൽ ഒരു 10:30 കൂടിയിട്ട് എത്തിയാൽ മതി എന്ന് പറയാറുണ്ട് അല്ലെ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 10:30 ആകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നെത്തും. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ചില ആളുകള് അപ്പോയിന്റ്മെന്റ് എടുക്കാത്തവരും ഡോക്ടറെ കാണാൻ നിൽക്കുന്നുണ്ടാവില്ലേ? അപ്പോ അവരാണ് ഫസ്റ്റ് വന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ആ ടൈമിൽ നമ്മൾ എത്തുന്ന ടൈമില് അവര് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ആളുകളായിരിക്കും ഡോക്ടറെ കാണാൻ നിൽക്കുന്നത് അല്ലെ? അപ്പൊ നേഴ്സ് നമ്മളോട് പറയാറുണ്ട് ഇവര് കണ്ടിട്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ, ഇവരാണ് ആദ്യം വന്നത്, അപ്പൊ ഇവര് കണ്ടിട്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതി എന്ന് പറയാറുണ്ടോ? അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ? നമ്മൾ ബുക്ക് ചെയ്താലും നമ്മൾ എത്തുമ്പോ ആ ടൈമിൽ നമ്മൾ ഡോക്ടറെ കാണാൻ കേൾക്കാതെ അവര് ബുക്ക് ചെയ്യാത്തവര് നിൽക്കുന്നുണ്ട്, അവരെ കണ്ടിട്ട് നിങ്ങൾ കയറിയാൽ മതി എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയും എന്ത് സംഭവിക്കുന്നുണ്ട്? കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാരുടെ ഫയലൊക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് എടുത്ത് വെക്കാതെ നമ്മളെ കാണുമ്പോഴായിരിക്കും അവര് അവിടെ പോയിട്ട് തപ്പി നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോഴും എന്താണ് ഡോക്ടറെ കാണാൻ വൈകുന്നു. അതുപോലെ ബുക്ക് ചെയ്യാത്ത ആളുകൾ ഡോക്ടറെ കാണാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി നോക്കിയേ, സെക്കൻഡ് പോയിന്റ് കഴിഞ്ഞു. ഇനി തേർഡ് പോയിന്റ് ആണ് ലോങ് വെയിറ്റിംഗ് ടൈം ഫോർ മെഡിസിൻ റൂം. എന്താ പറയുന്നത്? After patient receive the prescriptions from the clinic counter, patients are directed to medicine room to remit the fee and receive the medicines. എന്താണ് നമ്മള് ഫാർമസിയിൽ പോകുമ്പോഴും ഈ തിരക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് അല്ലെ? അവിടെയും മതിയായ രീതിയിലുള്ള സ്റ്റാഫുകൾ ഇല്ലാതെ വരുമ്പോ ആദ്യം നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? ബില്ല് അടയ്ക്കും അല്ലെ? അല്ല, ബില്ല് അവര് ചെയ്തു തരും. അതിനുശേഷം നമ്മൾ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് അടച്ച് അതിന്റെ റെസിപ്റ്റ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ തരുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്, അങ്ങനെ പല കൗണ്ടറുകളിലും നമ്മൾ പോയി നിൽക്കും, ക്യൂ ഉണ്ടാവും, മതിയായ രീതിയിൽ സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥ ഫാർമസിയിൽ. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്, കുറെ അധികം ക്യൂ ആകും, തിരക്ക് അനുഭവപ്പെടും, നമുക്ക് കൃത്യസമയത്ത് മെഡിസിൻ കിട്ടില്ല, പെട്ടെന്ന് നമുക്ക് മെഡിസിൻ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റില്ല അല്ലെ? അങ്ങനത്തേക്ക് അവസ്ഥ വരാറുണ്ട്. ഇതാണ് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. ഇനി എന്താണ്? ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാലും സൗകര്യങ്ങളുടെ കുറവ് അല്ലെ? വളരെയധികം വിഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സ് ഇല്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസിൽ വരുന്നത് കേട്ടോ. സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് സൗകര്യങ്ങൾ. ഓക്കെ, സ്റ്റാഫിന്റെ കുറവ്, എക്യുപ്മെന്റ്സിന്റെ കുറവൊക്കെ OPD സംഭവിക്കാം. അതുപോലെ തന്നെ നോക്കിയേ, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിംഗ് ആംബുലേറ്ററി കെയർ. നമ്മൾ OPD സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള പല സ്റ്റാഫുകൾക്കും നല്ല രീതിയിൽ ട്രെയിനിങ് ലഭിക്കാത്തത് കൊണ്ട് എന്താണ്, ഇപ്പോ കുറെ അധികം ആളുകൾ ഇപ്പോ തിക്കും തിരക്കും അല്ലെങ്കിൽ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയ്ക്ക് വരുമ്പോൾ ചില ആളുകൾ, ചില പേഷ്യൻസ് ദേഷ്യപ്പെടാറില്ലേ? അവിടെയുള്ള സ്റ്റാഫുകളോട് ദേഷ്യപ്പെടാറുണ്ടല്ലേ? സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ? ആർക്കെങ്കിലൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ ദേഷ്യപ്പെടുമ്പോ അവരെ കൂളാക്കി നല്ല രീതിയിൽ അവരോട് സംസാരിക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് അറിയണം അല്ലെ? അതിനുള്ള ട്രെയിനിങ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ട്രെയിനിങ് അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ നല്ല രീതിയിൽ പേഷ്യൻസിനെ എന്താണ് അങ്ങനെ കൂളാക്കി സംസാരിപ്പിക്കാനും അല്ലെങ്കിൽ അതെന്താണ് കാരണം എന്നുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഒരു നല്ല രീതിയിലുള്ള ട്രെയിനിങ് അവിടെ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവരെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റില്ല. നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോ ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ദേഷ്യപ്പെടുന്ന അവസ്ഥ വരാം ഇല്ലേ? പിന്നെ എന്താണ്, സ്റ്റാഫുകളായാലും അല്ലെങ്കിൽ പേഷ്യൻസ് ആയാലും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാത്ത അവസ്ഥകൾ ഉണ്ടാവാം. അവിടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നില്ല, സ്റ്റാഫുകള് നല്ല രീതിയിൽ സർവീസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ അവിടെ വരുന്ന പേഷ്യൻസിനോട് പെരുമാറാനായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യമാണ്.
ഓക്കെ, പിന്നെന്താണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാഗ്മെന്റേഷൻ എന്താണ്? ചിഹ്ന ഭിന്നമാക്കൽ അല്ലെ, ചിഹ്ന ഭിന്നമാക്കൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ കെയർ കൊടുക്കാത്ത അവസ്ഥ. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വരുന്ന പേഷ്യൻസിന്, ഹോസ്പിറ്റൽ അതിന്റെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണം ഇല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാം, അവരുടെ ഡിമാൻഡ് എന്താണ്, അവരുടെ വാൺസ് എന്താണ്, നീഡ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അവിടുത്തെ സ്റ്റാഫുകൾ ഓരോരുത്തരും ഈ വരുന്ന പേഷ്യൻസിനോട് പെരുമാറാനായിട്ട്. അപ്പൊ ചില ആളുകള് ഈ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാകില്ല. അവരുടെ ഡ്യൂട്ടി എന്താണോ, അവരുടെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണോ അത് മാത്രം ചെയ്ത് അവർ പോകുന്നുണ്ട്. അങ്ങനെയും ചില ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ നീഡ്സ് മനസ്സിലാക്കി പെരുമാറാനായിട്ടുള്ള എന്താണ് അങ്ങനെ ആവണം അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ നല്ല രീതിയിൽ അവിടുത്തെ ആവശ്യങ്ങൾ, അവരുടെ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഡിമാൻഡ് അനുസരിച്ചിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. അവരെ നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാവണം അല്ലേ? ഓക്കെ, ചില ആളുകൾ അങ്ങനെ കേൾക്കാതെയും അവരുടെ ഡ്യൂട്ടി എന്താണോ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്താണോ അതനുസരിച്ച് ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, പിന്നെ എന്താണ്? an organization structure geared to traditional preference and needs of the providers. ഇപ്പോ ട്രഡീഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന, ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലുകളൊക്കെ മാറി നല്ല മോഡേൺ ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന നിലയിലോട്ട് വന്നല്ലേ? അല്ലെങ്കിൽ എന്താണ് കാലം മാറുന്നതിന് അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറി പറയുകയാണല്ലേ? കാലത്തിനോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഓരോ ഹോസ്പിറ്റൽസ് ആയാലും ഓരോ പേഴ്സൺ ആയാലും അല്ലെ നമ്മുടെ രീതി ആയാലും മാറുന്നത്. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകൾ ട്രഡീഷണൽ സിസ്റ്റം മോഡേൺ കാലഘട്ടത്തോട് വന്നെങ്കിലും ട്രഡീഷണൽ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നവരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ചില ഹോസ്പിറ്റലുകളില്, ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ, ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും ടോക്കിംഗ് ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ, ടോക്കിംഗ് ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോക്കിംഗ് ഡിസ്പ്ലേ സിസ്റ്റം അറിയോ? ടോക്കിംഗ് ഡിസ്പ്ലേ സിസ്റ്റം എന്താണെന്ന്? ടോക്കൺ 1 എന്ന് പറഞ്ഞിട്ട് അവിടെ ടോക്കൺ അവിടെ കാണിക്കില്ലേ ഇലക്ട്രോണിക്കലി? ടോക്കൺ കാണിക്കുന്നത് ഇന്ന നമ്പർ. ഇപ്പൊ ബാങ്കിലൊക്കെ പോയാലും നമ്മള് എന്താണ് ക്യാഷ് അവിടെയൊക്കെ കാണാൻ പറ്റും, ആ കൗണ്ടറിന്റെ മുകളിലൊക്കെ. ഓക്കെ, മനസ്സിലായോ? ടോക്കൺ കാണിക്കുന്നത് ആ സ്ക്രീൻ. ഓക്കെ, അതുപോലും ഇല്ലാത്ത ഹോസ്പിറ്റലും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ചില ഹോസ്പിറ്റലുകൾ ട്രഡീഷണൽ സിസ്റ്റം ഫോളോ ചെയ്താണ് വരുന്നത്. ഓക്കെ, അതെന്താണ്? ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അല്ലെ? നമ്മള് കാലത്തിനോടനുബന്ധിച്ച് അതുപോലെ തന്നെ പല ഇന്നോവേഷൻസും പല മോഡേൺ ടെക്നിക്സും വന്നു. പക്ഷെ എന്താണ്? ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ഓക്കെ, പിന്നെ എന്താണ്? നെക്സ്റ്റ് 8th പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം. അപ്പോ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാലും എന്താണ്? ഇപ്പോഴും മോഡേൺ ടെക്നിക്സിലോട്ട് എല്ലാ ഹോസ്പിറ്റലും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പല ടെക്നോളജീസ് ആയാലും ഫെസിലിറ്റീസിലായാലും അവിടെ കൊടുക്കുന്ന കെയറിലായാലും പല തരത്തില് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മോഡേൺ തലത്തിലോട്ട് എല്ലാ ഹോസ്പിറ്റലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെയും നമ്മളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ട്രഡീഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴും അത് മോഡേൺ ഹോസ്പിറ്റലായിട്ട് മാറാൻ ചേഞ്ച് വരുമ്പോഴും ചില ആളുകള് തടസ്സം വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചില പഴയകാല അമ്മാമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? അവര് പഴയകാല സിസ്റ്റം അല്ലേ ഫോളോ ചെയ്യുന്നത്? അവർക്ക് ഇപ്പോഴും അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറയാറില്ലേ നമ്മളോട്?
പഴയകാല രീതികളാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. അവരെപ്പോഴും നമ്മളിപ്പോ മോഡേൺ രീതിക്ക് നടന്നാലും പറയുന്നു അപ്പോൾ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് നടക്കേണ്ടത് പെൺകുട്ടികൾ എന്നൊക്കെ പറയാറില്ലേ നമ്മളോട്. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ നമ്മൾ ഒരു മോഡേൺ തലത്തിൽ നടന്നാലും എന്താണ് അത് തടസ്സപ്പെടുത്താനായിട്ട് ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലായാലും മോഡേൺ രീതി ചേഞ്ച് ചെയ്താലും അവിടെയും എന്താണ് ചില ആളുകൾ ആ ടെക്നിക്സ് യൂസ് ചെയ്താൽ പോലെ പിന്നെയും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്, ഇങ്ങനത്തെ രീതിയിലൂടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം എന്തിന് എന്ന് പറഞ്ഞിട്ടുള്ള തടസ്സം സൃഷ്ടിക്കുന്ന സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ജനറൽ പ്രോബ്ലംസിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ് ജനറൽ പ്രോബ്ലംസ്, ഏതൊക്കെയാണ് സ്പെസിഫിക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഐഡന്റിഫൈ ദ ജനറൽ പ്രോബ്ലംസ് ഓഫ് OPD. ഓക്കെ ഓക്കെ, ഫസ്റ്റ് തുടങ്ങി പറയാം. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, നല്ല രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ. അതുപോലെ സെക്കൻഡ് എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നടക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മള് ഫാർമസിയിൽ കുറെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അല്ലെ. അതാണ് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, എന്താണ് എക്യുപ്മെന്റ്സിന്റെ കുറവ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ കുറവൊക്കെ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് ആണ്. സൗകര്യങ്ങളുടെ ഫെസിലിറ്റീസ്. അതുപോലെ ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽസ് അല്ലെ. അവർക്ക് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസിന് അല്ലെങ്കിൽ സ്റ്റാഫിന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം നമുക്ക്. അവിടെ വരുന്ന പേഷ്യൻസിനോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ടുള്ള ട്രെയിനിങ് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അല്ലെ. എന്താണ്, അവിടെ വരുന്ന സ്റ്റാഫുകള് അവിടെ വരുന്ന പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഡിമാൻഡുകൾ എന്താണ്, അവരുടെ നീഡ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. അല്ലാതെ അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയി എനിക്കിതാണ് ഡ്യൂട്ടി തന്നിരിക്കുന്നത്, ഞാനത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്തി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് വളരുള്ളൂ അല്ലെ. പേഷ്യൻസ് വീണ്ടും അവിടെ വരണമെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു സർവീസ് വേണം അവിടുന്ന് കൊടുക്കാൻ വേണ്ടിട്ട്. അവർ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് പെരുമാറണം. പിന്നെന്താണ്, ഇനി എന്താണ്, ട്രഡീഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ഓക്കെ, പിന്നെ എന്താണ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എന്താണ്, എന്തെങ്കിലും ചേഞ്ചുകൾ വന്നാലും അത് തടസ്സപ്പെടുത്താനായിട്ടും ആളുകളുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് ജനറൽ പ്രോബ്ലംസ് ഒന്ന് വായിച്ചു നോക്കിയേ. സിക്സ്ത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ മനസ്സിലായവര്? ഇപ്പൊ തന്നെ പറഞ്ഞാണല്ലോ. സിക്സ്ത് ഒന്ന് പറഞ്ഞു കൊടുക്കോ ആരെങ്കിലും? സ്റ്റാഫ്സ് പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ കേൾക്കാനായി ശ്രമിക്കണം. നല്ല രീതിയിൽ അവർക്ക് കെയർ കൊടുക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. വായിച്ചു നോക്കട്ടോ ജനറൽ പ്രോബ്ലംസ്. ഈ അടുത്തത് സ്പെസിഫിക് പ്രോബ്ലംസ് ആണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടി കുഴയാൻ പാടില്ല നമുക്ക് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഏതൊക്കെയാണ് ജനറൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് OPD കേട്ടോ, ഓട്ടീഷൻ ഡിപ്പാർട്ട്മെന്റിൽ. വായിച്ചു കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം. നെക്സ്റ്റ് നമുക്ക് പറയാം സ്പെസിഫിക് പ്രോബ്ലംസ്.
8th one ഒന്ന് പറഞ്ഞു കൊടുക്കോ. റെസിസ്റ്റൻസ് പറഞ്ഞാൽ തടസ്സം കേട്ടോ, ചേഞ്ചിന് തടസ്സം വരുന്നു. ക്ലിയർ ആയോ? ജനറൽ പ്രോബ്ലംസ് ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് സ്പെസിഫിക് പ്രോബ്ലംസ് കേട്ടോ. ഓക്കെ, ഇതൊരു നമുക്ക് എത്ര എണ്ണം പഠിക്കാനുണ്ട്? 13 എണ്ണം പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ. Duties undertaken by the auxiliaries are done hurriedly in order to keep pace with consultation of doctors. This creates inappropriate documentation. അപ്പൊ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മള് കൺസൾട്ടേഷന് വേണ്ടി അല്ലെ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകും. അപ്പൊ അവരെ സഹായിക്കാനായിട്ട് അവരുടെ റൂമിൽ ഒരു നേഴ്സ് നിൽക്കില്ലേ? നിൽക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? നിൽക്കാറുണ്ടല്ലേ. അപ്പൊ ഡോക്ടേഴ്സിനെ സഹായിക്കാനായിട്ട് അവരുടെ ഡോക്ടേഴ്സിന്റെ അസിസ്റ്റന്റ് നിൽക്കാറുണ്ട്. അപ്പോ അവരെന്ത് ചെയ്യും? ഇപ്പൊ ബുക്ക് ചെയ്ത ആൾക്കാരുടെ ഫയലുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും എടുത്ത് അല്ലെ ഇങ്ങനെ അട്ടിയായിട്ട് ഡോക്ടേഴ്സിന്റെ ടേബിളിൽ വെക്കാറില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫയലുകള് അതുപോലെ ഡോക്യുമെന്റ്സ് ഇങ്ങനെ ഡോക്ടേഴ്സിന്റെ ടേബിളിൽ ഇങ്ങനെ അട്ടിയായിട്ട് വെക്കാറുണ്ട് അല്ലെ. അപ്പോ അവര് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഡോക്ടേഴ്സിനെ സഹായിക്കാനായിട്ട് ഡോക്ടേഴ്സിന്റെ റൂമിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. അവരാണ് നമ്മുടെ രോഗികളുടെ മെഡിക്കൽ ഫയലുകൾ അല്ലെ എല്ലാ ഫയലുകളും ഡോക്യുമെന്റേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡോക്ടേഴ്സിന്റെ ടേബിളിൽ വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോ ഹറിഡ്ലി എന്ന് പറഞ്ഞാല് ധൃതിയില് വേഗത്തില് അല്ലെങ്കിൽ ധൃതിയില് അവരങ്ങനെ ചെയ്യുമ്പോ ചില ഡോക്യുമെന്റ്സ് ചിലപ്പോ വേറെ പേഷ്യന്റിന്റെ ഇപ്പൊ എന്റെ ഫയലിലാണെങ്കിൽ എന്റെ ഡോക്യുമെന്റേഷൻ വേറൊരു പേഷ്യന്റിന്റെ ഫയലിന്റെ ഉള്ളിൽ വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്റെ ഫയലിന്റെ ഉള്ളിൽ വേറൊരു പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ് എടുത്ത് വെക്കാം. അങ്ങനെ ധൃതിയില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ക്ലിയർ ആയോ? ഡോക്ടേഴ്സിന്റെ റൂമിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. ആ അസിസ്റ്റന്റ് ധൃതിയില് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഫയൽ എടുക്കാം, ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം അല്ലെ ഡോക്ടറുടെ ടേബിളിൽ. അങ്ങനെ എടുത്ത് വെക്കുമ്പോ ചിലപ്പോ എന്റെ ഫയൽ ആണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഡോക്യുമെന്റേഷൻ ആണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് മറ്റു പേഷ്യന്റിന്റെ ഫയലിന്റെ ഉള്ളിൽ വെക്കാം. അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സ് എടുത്തിട്ട് എന്റെ ഫയലിന്റെ ഉള്ളില് വെക്കാം. അപ്പൊ അങ്ങനെ വെക്കുമ്പോ മാറിപ്പോകാറുണ്ട്. പെട്ടെന്ന് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോ അങ്ങനെ തെറ്റുകള് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മിസ്റ്റേക്കുകൾ വരാറുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്. ഇനി നെക്സ്റ്റ് ആണ് ഇത്. Auxiliary staff sometimes misbehave with the patient. എന്തായിരിക്കും? സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മോശമായിട്ടല്ലേ? മിസ്ബിഹേവ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്ബിഹേവ് മോശമായിട്ട് പെരുമാറുക അല്ലെ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവിടുത്തെ സ്റ്റാഫുകള് നമ്മളോട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇനി ആ ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ട് തോന്നാറുണ്ടോ? ഇല്ല അല്ലെ. മിസ്ബിഹേവ് ആയിട്ട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അങ്ങോട്ടേക്ക് പോവാൻ തോന്നില്ല അല്ലെ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടോ?
ഉണ്ട്. നൂറിഷ ആർക്കൊക്കെയാണോ ഒന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? മിസ്സേ ആരെങ്കിലും പറയാം. പറഞ്ഞു. ഞാന് എന്താ ഹോസ്പിറ്റലില് ഫാർമസിയിൽ പോയ വൺ മിനിറ്റ് ഞാനൊന്ന് വോളിയം ഒന്ന് കൂട്ടിക്കോട്ടെ കേട്ടോ, കേൾക്കുന്നില്ല. ആ പറഞ്ഞോളൂ. ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്തെ എന്താ ഒരുപാട് സമയം ഒരുപാട് വൈകിപ്പിക്കലുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് മരുന്ന് വാങ്ങാറില്ല, ഞാൻ പുറത്ത് പോയിട്ടാണ് മെഡിസിൻ വാങ്ങാറ്. ദേഷ്യം വരും അല്ലെ? കുറെ അധികം ടൈം. കൊറേ സമയം 1 മണിക്കൂർ കൊറേ സമയം എടുക്കലുണ്ട് ഹോസ്പിറ്റലില്. അപ്പൊ കുറെ അധികം ആളുകൾ ഉണ്ടാവോ, പേഷ്യൻസ് ഉണ്ടാവോ? അതുകൊണ്ടാണോ? ഇല്ല പേഷ്യൻസ് ഒറ്റ പേഷ്യന്റ് ഉണ്ടാവില്ല, എന്നാലും ഓല് അങ്ങനെ നേരെ വൈകിപ്പിക്കും നമ്മളെ. അതിൽ ഞാൻ പിന്നെ ഡോക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെ ഫാർമസിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ അറിയുന്ന ഡോക്ടർ ആയോണ്ട്. ഡോക്ടർ പറഞ്ഞു ഞാൻ എന്താ പറയുന്നത് ചോദിച്ചു ഡോക്ടർ. ഓക്കെ എന്നാ സംഭവിച്ചത് ആരുമില്ല? ഉണ്ട് മാഡം. ഇനിയിപ്പോ കാല് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്, ബാത്റൂമിൽ ഒന്ന് വീണതാണ്. അപ്പൊ ഈ ഫ്രാക്ചർ ആയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ എനിക്ക് കാലിങ്ങനെ പാദം ഇങ്ങനെ തൂങ്ങിക്കിടക്കാം. അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അവര് ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. ഇവിടുന്ന് ന്യൂറോബാങ്കിൽ ഇതായിട്ട് പോയത്. അപ്പൊ അവരോട് പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കിടന്ന് വേദന എനിക്ക് സഹിക്കും ഇല്ലാണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കിടന്ന് പിണങ്ങയാണ്, ഇത് എന്തുട്ടാ എല്ലാവർക്കും ഇതേപോലെ തന്നെ പറ്റും, ഇത് സാധാരണ എല്ലോടിങ്ങനെ ഇത് സ്വാഭാവികമല്ലേ എന്ന് പറയും. അപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യണ വിധത്തിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എക്സ്റേ എടുത്ത് പിന്നെ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒടിവ് മാത്രമല്ല സംഭവിച്ചത്, ഡിസ്ലൊക്കേഷൻ ആയി, വെയിൻ കട്ടായി എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചെങ്കിൽ ആദ്യം പെയിൻ കില്ലർ അല്ല ഇഞ്ചക്ഷൻ എന്തെങ്കിലും തന്നിട്ട് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകുള്ളായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്കറിയാമോ, ഞാൻ പറഞ്ഞല്ല എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇത് ബാത്റൂമിൽ വീണ സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല, ഇതൊരു ആക്സിഡന്റ് കേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു. എന്താണ് അല്ല അവർക്ക് നോക്കുമ്പോ മനസ്സിലാവില്ലെന്ന് ചോദിക്കണേ. അവര് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് ഞാൻ വെറുതെ എന്റെ പാദം ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ഇങ്ങനെ എടുത്ത് വെച്ചാലും പാദം നേരെ ഇങ്ങനെ പോവുകയാണ്, താഴേക്ക് പോവാം. അപ്പൊ അവര് നോക്കിയിട്ട് വേഗം എക്സ്റേ റൂമിലോട്ട് വിടുക ചെയ്തത്. വേറെ ഒന്നും എനിക്ക് ആദ്യം ഫസ്റ്റ് എയ്ഡ് ഒന്നും എനിക്ക് തന്നില്ല, ഉടനെ എക്സ്റേ റൂമിലോട്ട് വിടുക. അപ്പൊ ക്ലിയർ ആവില്ല ശരിക്കും പറഞ്ഞാല്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ? ഇല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ അവിടെ നീര് കാലുമ്പോ നന്നായിട്ട് നീര് വന്നിട്ടുണ്ട്, കരിവാളിച്ച് കിടക്കുകയാണ് പാദത്തിന്റെ അവിടെ. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ ഉടനെ തന്നെ നോക്കി വേഗം തന്നെ ഡ്യൂട്ടി ഡോക്ടർ ഇങ്ങനെ വന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞ് എക്സ്റേയിലേക്ക് വിട്ടേക്കാം. എക്സ്റേയിലേക്ക് വിട്ടിട്ട് അവരിങ്ങനെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പാദം മാറ്റി മറിച്ചൊക്കെ വെക്കുമ്പോ വേദന സഹിക്കാൻ പറ്റണില്ല. ഇല്ല, ഇപ്പൊ 4 മാസം ആയിട്ടുള്ളൂ, 6 മാസമാണ് റെസ്റ്റ്. ഇപ്പൊ നടന്ന് തുടങ്ങിയിട്ടുള്ളൂ ജസ്റ്റ്. അല്ല മോനാണ്, കുഞ്ഞാണ്. അപ്പൊ കുഞ്ഞിന്റെ തുണി തിരുമാനായിട്ട് ബാത്റൂമിലോട്ട് കിടന്നതാണ്. അപ്പം പെട്ടെന്ന് സ്ലിപ്പായി പോയി. അപ്പൊ എന്താണ് കുഞ്ഞിന് ഇപ്പൊ 1 വയസ്സായി. കുഞ്ഞിന് 8 മാസം ഇത് സംഭവിച്ചതാണ്. നവംബർ 18 സംഭവിച്ചതാണ്. അറിയാം. എന്റെ കൊച്ചിന് 6 വന്ന് കൊണ്ടുപോയതായിരുന്നു. എന്നിട്ട് അവിടെ അവര് നോക്കിക്കഴിഞ്ഞ്
ഫിക്സ് ഒക്കെ കൂടി കണ്ണിങ്ങനെ മേളിലേക്ക് പോയി കൊച്ചിന് സീരിയസ് ആയോണ്ടിരിക്കുക. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കിടത്തി അത്യാവശ്യം ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് കുറയാനുള്ളതെന്ന് അറിഞ്ഞപ്പം വേറെ ഹോസ്പിറ്റലിലേക്ക് രാജഗിരിയിലേക്ക് റെഫർ ചെയ്യുക ചെയ്തത്. അപ്പൊ ഇവര് പറയാണ് കൊച്ചിന് സീരിയസ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ എല്ലാ ബില്ലും അടച്ച് എല്ലാ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിന്ന് കൊച്ചിന്. കൊച്ചാണെങ്കിൽ ആകെ അവശതയായി ഒരു ഇതില്ലാതെ ആംബുലൻസിലെ കൊച്ചിനെ വിടാൻ പോണെ. അപ്പൊ നിക്ക് ബില്ലൊക്കെ ക്ലിയർ ചെയ്യട്ടെ. എന്നോട് ഭയങ്കര പ്രശ്നമായ കൊച്ച് രക്ഷപ്പെടുമെന്ന് പോലും അറിയില്ല. കൊച്ച് അങ്ങനത്തെ സ്ഥിതിയിലാണ് കൊച്ചിരിക്കണേ. അപ്പൊ നമ്മള് കൊച്ചിനെ രക്ഷിക്കാൻ നോക്കും. ഇവർക്ക് പൈസ കൊടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഇവര് എല്ലാ ഇതും കഴിഞ്ഞിട്ട് 10 രൂപ എങ്ങാണ്ടായിരുന്നു. അപ്പൊ അത്രയും എല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് ICUവിന്റെ ചാർജും കെട്ടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. അങ്ങനെ പ്രശ്നം വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതായി. ഞങ്ങൾ പൈസ തരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പൈസയും കൊടുത്തില്ല. അവര് മരുന്ന് മാറിയതായിരുന്നു കൊച്ചിന് കൂടിയത്. മരുന്നും മാറി കൊച്ചിന് ചെറിയ രീതിയിലുള്ളായിരുന്നു. ഉച്ചയായപ്പോഴത്തേനും കൊച്ച് കുറഞ്ഞൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും കൊച്ച് കണ്ണൊക്കെ മേപ്പോട്ട് പോയി എന്തോ ഒരു ഇഞ്ചക്ഷൻ കൈ കൂടെ പോകണ്ട ട്രിപ്പായിട്ട്. അത് മരുന്ന് മാറിയതാന്ന് രാജഗിരി ചെന്നപ്പോ പറഞ്ഞു. ഒന്നും പോയില്ല. എന്നിട്ടാണ് അവരത്രയും ഇതായത്. എന്ന് പറയും. ഒരുപാട് പേർക്ക് അങ്ങനെ കംപ്ലൈന്റ്സ് വരുന്നുണ്ട് അവിടെ. അല്ലല്ല പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ആണ്. കുട്ടികൾക്കൊക്കെ അങ്ങനെ വരുമ്പോ നമ്മള് സഹിക്കാൻ പറ്റില്ലല്ലേ. നമ്മള് പ്രസവിച്ച കുട്ടികൾക്ക് അവരുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, നമ്മള് സ്പെസിഫിക് പ്രോബ്ലംസില് ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ചോദിച്ചില്ലല്ലേ? ഓക്കെ, ആരെങ്കിലും ഇല്ല? എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഇനി ഉണ്ട്. ഓക്കെ, ഒരാളും കൂടി പറഞ്ഞോളൂ. ഹലോ മിസ്സേ. സ്റ്റാർട്ട് ചെയ്യാം. മിസ്, എന്റെ ചേച്ചിക്ക് ഇപ്പൊ 5.5 മാസമായി. അത് അബോട്ടായി, പെട്ടെന്ന് വാട്ടർ ബ്രേക്കായി. അത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ നടന്നിട്ട്. ഇവര് 3-ാം മാസത്തെ സ്കാനിങ്ങില് മറ്റേ വികസനം കൂടുതലായിരുന്നു. അപ്പൊ സ്റ്റിച്ച് ഇടേണ്ട അവസ്ഥയിലായിരുന്നു. അപ്പൊ അവരത് ശ്രദ്ധിച്ചില്ല ഡോക്ടർ. 3-ാം മാസത്തില് സ്കാനിങ് കൊടുത്തിട്ടില്ല. എന്താന്നറിയില്ല. ഞാൻ സാധാരണ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ചോദിക്കലുണ്ട്. ഇത് എന്താന്നറിയില്ല. ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്താ പോയി കംപ്ലൈന്റ് ചെയ്യണോ എവിടെയാ എന്താന്നൊന്നും അറിയില്ല. ചെയ്യാറുണ്ടല്ലോ നമ്മള്. ചെല്ലുമ്പോ തന്നെ പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോ തന്നെ നമ്മള് ഒന്നും ചെയ്യില്ല. അവര് അത് കുട്ടി ഉണ്ടോ ആണോ എന്ന് നോക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് 3-ാം മാസത്തിൽ വരാൻ പറയും നമ്മളോട്. സ്കാനിങ് ചെയ്യാറുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. 5.5 മാസം വരെ ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള സ്കാനിങ് ഒക്കെ എടുത്ത് വേറെ ഡോക്ടറെ അടുത്ത് പോയപ്പോ, മെഡിക്കലിൽ പോയപ്പോ ഇവര് പറഞ്ഞു 3-ാം മാസത്തിൽ ഒരു സ്കാനിങ് എടുക്കാണ്ട് അതിൽ എടുത്തിട്ടില്ലാന്ന്. പെട്ടെന്ന് വാട്ടർ ബ്രേക്കായി രാത്രി പോയതാ. ഇല്ലാതെ ഉണ്ടായതാണ്. മറ്റേ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ശരിയാവും. ചെയ്യുന്നുണ്ടോ അവര്? ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ ഒരു 2.5 വർഷത്തോളായി. എന്നിട്ട് ഉണ്ടായതായിരുന്നു. PCOD-ന്റെ കുഴപ്പമുള്ളതുകൊണ്ടേ. നമുക്കൊരു ദൈവം തരാണെങ്കിൽ അതിന് നെക്സ്റ്റ് സന്തോഷമായിരിക്കും നോക്കിയിട്ട് നല്ലൊരു ചേച്ചിയോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. മാം, ഞാൻ ഡെലിവറി സ്കാനിങ്ങിന് വേണ്ടി പോയതാ 9th മന്തിന്റെ. അപ്പൊ അന്നേരം പോയപ്പോ അവര് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വെച്ചിട്ടാണ് അവര് ചെയ്തത്. അത് ഭയങ്കര ഡിഫിക്കൽട്ടായി. ലാസ്റ്റ് അന്നേ ദിവസം രാത്രി
എനിക്ക് അഡ്മിറ്റ് ആവേണ്ട വന്നു. 32 വീക്സിൽ വന്ന് ഡെലിവറി പെയിൻ വന്നിട്ട് കിടപ്പാവേണ്ട വന്നു. അവര് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇതാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് അവിടെ കംപ്ലൈന്റ് ചെയ്തു. അത്രയും പെയിൻ ആയിട്ട് ഒരു പെട്ടെന്ന് സ്കാനിങ്ങിന് വന്നതല്ല, നോർമലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ഇവര് വന്ന് വയറിങ്ങനെ ടച്ച് ചെയ്ത് ലാസ്റ്റ് ഇത് ഡെലിവറി പെയിൻ്റെ ഇതായപ്പോ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു. വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ലാസ്റ്റ് 36 വീക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത്രയ്ക്ക് ഉള്ളില് ഡെലിവറി നടത്തേണ്ട വന്നു. നോർമൽ അല്ലായിരുന്നു, ഇച്ചിരി ക്രിട്ടിക്കൽ ആയിരുന്നു. ആദ്യത്തെ ഡെലിവറി ഒക്കെ ഫാസ്റ്റ് ആയിരുന്നു. പക്ഷെ രണ്ടാമത്തേന് പെട്ടെന്ന് ആള് വരുന്നുള്ള അവസ്ഥയായി. ഇങ്ങനെ ഇവര് അളവ് എടുത്തിട്ട് വയറുമ്മ പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് എനിക്ക് പെയിൻ ആയി തുടങ്ങി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നാളെ മേലാക്ക് ഒരാൾക്കും ഈ അവസ്ഥ വരരുത്. ഇത്രയും വയറായിട്ട് പ്രസവത്തിന്റെ ഇത് അടുത്തെത്തി തുടങ്ങിയ ആൾക്കാരെ ഇങ്ങനെ വന്നിട്ട് നിങ്ങള് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കരുത്. അവിടെ മാനേജ്മെന്റിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങൾ വേറെ നിങ്ങൾ കാണുന്നത് അത്യാവശ്യത്തിന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരു ഇതാക്ക. അപ്പൊ ഞാനവിടെ ഓൾറെഡി ഞാൻ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണ് വരേണ്ട വന്നത്. അന്ന് നൈറ്റ് ആകുമ്പോഴേക്കും എനിക്ക് പെയിൻ താങ്ങണില്ല. അപ്പൊ തന്നെ പോരേണ്ട അവസ്ഥ വന്നു. പിന്നീട് ഈ ഒരു അവസ്ഥ വരരുത് ആർക്കും എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കംപ്ലൈന്റ് ചെയ്തു. അതോടുകൂടി അങ്ങനെ ഒരു ഇത് അവർ ഒഴിവാക്കി എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ സെക്കൻഡ് പോയിന്റ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് വരെയും ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഇത്. ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, patients start accumulating even before office time starts, creating a long queue of patients even before the arrival of doctors. നേരത്തെ സ്പെസിഫിക് പ്രോബ്ലംസിൽ പറഞ്ഞ കാര്യമാണ്. കറക്റ്റ് ആയിട്ട് എന്ത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥ അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ എന്താണ് അത് ഓപ്പൺ, ആ ഗേറ്റ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ ചിലവര് പോയിട്ട് വെളുപ്പാക്കാൾക്കാണെങ്കിൽ ചൂട്ടും കറിച്ച് അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ പോയി നിൽക്കേണ്ട അവസ്ഥയാണ് ആളുകൾക്ക്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാറുണ്ട്. അപ്പൊ എന്താണ് അവരുടെ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആളുകൾ ക്യൂ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആവശ്യമാണ്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ അവര് എന്താണ് അവരുടെ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആളുകള് അവിടെ പോയിട്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ. ഇനി എന്താണ് ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ? ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ കൺസൾട്ടേഷൻ കിട്ടാത്ത അവസ്ഥ അല്ലെ? അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കിട്ടാത്ത അവസ്ഥ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ ഓർമ്മ എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോ? ടെസ്റ്റുകള്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നല്ല രീതിയിൽ ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പ്രൈവറ്റിലായാലും ചില ആളുകള് ചില ഡോക്ടേഴ്സിനെ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മള് എനിക്ക് ഇന്ന അസുഖമാണ് അല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന വേദനകളുണ്ട്, ഇവിടെ വേദന, നമ്മളിങ്ങനെ നമ്മുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവര് നമ്മളെ ശ്രദ്ധിക്കാറില്ലല്ലേ? ചില ഡോക്ടേഴ്സ് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, അവര് ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കി അല്ലെ നമ്മളെ കേൾക്കാനായിട്ട് അവര് തയ്യാറാകുന്നുണ്ട്. പക്ഷെ ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്താണ് നല്ല രീതിയിൽ കൺസൾട്ടേഷൻ ചെയ്യില്ല. നമ്മ പറയുന്നത് കേൾക്കാതെ ചിലപ്പോ നമ്മളിങ്ങനെ ലക്ഷണങ്ങൾ പറഞ്ഞു വരുന്നുണ്ടാവും. അപ്പൊ എന്താണ് അവരവിടെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ടാവാറില്ലേ? ഇല്ലേ? നമ്മളെ ശ്രദ്ധിക്കാത്ത അവസ്ഥകൾ അല്ലെ? നമ്മുടെ ലക്ഷണങ്ങള് അല്ലെങ്കിൽ ചിലപ്പോ പരിശോധിക്കില്ല നമ്മളെ, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ക്ലിയർ ആയോ? ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ. ഓക്കെ. ഇനി എന്താണ്? ലാക്ക് ഓഫ് പ്രൈവസി അല്ലെ? എന്താണ്? സ്വകാര്യത ഇല്ലാത്ത അവസ്ഥ. എന്താണ്? ഇപ്പോ ചില ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ചെല്ലുമ്പോ സ്ക്രീനിങ് റൂം ഉണ്ടാവും അല്ലെ? തൊട്ടടുത്ത് തന്നെ സ്ക്രീനിങ് റൂം ഉണ്ടാവും നമ്മളെ കിടത്തി ചികിത്സിക്കാനുള്ള, ഇല്ലേ?
ആ റൂമാണ് സ്ക്രീനിങ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചിലപ്പോ കറക്റ്റ് മറച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ വയറ് പരിശോധന അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ കറക്റ്റ് പരിശോധിക്കുക. അങ്ങനെയാണ് സാധാരണ. ചില ഹോസ്പിറ്റലുകളില് ചില ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ റൂമിനോട് അടുത്ത് സ്ക്രീൻ റൂം ഉണ്ടാകുമ്പോ അവിടെ എന്താണ് ഇങ്ങനെയുള്ള കർട്ടനുകളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ തുറന്ന് എന്താണ് കർട്ടനുകളൊന്നും ഇല്ലാതെ മറ്റു രോഗികൾക്ക് ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ എന്താണ് ഡോക്ടേഴ്സിന്റെ റൂമിനോട് ആ വാതിലിൽ തന്നെ മറ്റു രോഗികൾ നിൽക്കുന്നത് കാണാം അല്ലെ. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ചില ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് അപ്പോ രോഗികൾക്കൊന്ന് കിടന്ന് പരിശോധിക്കാനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ ഡോക്ടേഴ്സിന്റെ റൂമിനോട് അടുത്ത് തന്നെ അല്ലെങ്കിൽ ആ വാതിലിന്റെ അവിടെ തന്നെ മറ്റു രോഗികൾ നിൽക്കണ കാണാം. ഈ ഡോക്ടറും മറ്റു രോഗിയും സ്ക്രീൻ റൂമിലോട്ട് ചെല്ലുമ്പോ അവർക്ക് പരിശോധിക്കുന്നത് കാണാനായിട്ട് അല്ലെ മറ്റുള്ളവരത് കാണാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെയുള്ള സ്വകാര്യതയും ചില ഹോസ്പിറ്റലുകളിൽ ഇല്ല. ഓക്കെ. ഇതാണ് ലാക്ക് ഓഫ് പ്രൈവസി. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഇൻഎലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്. എന്തായിരിക്കാം അത് പറയാൻ പറ്റോ? പറയാൻ പറ്റോ? ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലെ. ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ നമുക്കായാലും അല്ലെങ്കിൽ എന്താണ് അത് പഠിച്ച ഫാർമസിസ്റ്റിനായാലും ചിലപ്പോ അവ്യക്തമായിരിക്കും. ഓക്കെ. അത് വായിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോ ഒരു മരുന്നൊക്കെ തിരിച്ച് നമുക്ക് തരാം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാം. ഇനി എന്താണ്? ഇനിയാണ് പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറയുമ്പോ ഒരു രോഗിക്ക് പല അസുഖങ്ങളുണ്ട്. പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെയുള്ള പല അസുഖങ്ങൾ ഉണ്ടാകുമ്പോ ഈ ഫാർമസിയിൽ ചെന്ന് ഇതിനൊക്കെ അയാൾക്ക് മരുന്ന് വേണം. പല അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ മരുന്ന് എഴുതിയിട്ടുണ്ട്. ഷുഗർ, പ്രഷർ, അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോ ഒന്നിലധികം അസുഖങ്ങള് ഈ രോഗിക്ക് ഉണ്ടാകുമ്പോ ഫാർമസിയിലുള്ള സ്റ്റാഫുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എത്ര ടൈപ്പ് മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം. പല അസുഖങ്ങൾ പല രോഗങ്ങളുള്ള ഒന്നിലധികം മരുന്നുകള് അവിടെ ലിസ്റ്റിൽ കാണുമ്പോ അവർക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. കൺഫ്യൂഷൻ സംഭവിക്കാം. അതാണ് പോളിഫാർമസി. ഒരു രോഗിക്ക് ഒന്നിലധികം അസുഖങ്ങളായിട്ട് വരുമ്പോ ചില കൺഫ്യൂഷനുകൾ, മരുന്ന് എങ്ങനെ കൊടുക്കണം, എത്ര ഡോസിൽ കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്. ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മനസ്സിലായില്ലെങ്കിൽ അതും ഒരു കാരണമാവാം. ക്ലിയർ ആയോ? പോളിഫാർമസി ഒരു രോഗിക്ക് ഒന്നിലധികം അസുഖങ്ങളായിട്ട് വരുമ്പോ അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നതില് കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് 8 നോക്കിയേ. Queues are not properly maintained. അല്ലെ? എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഒരു ക്യൂലാണോ നിൽക്കുന്നത്? അല്ലെ? രോഗികൾ അങ്ങനെയാണോ ക്യൂ പാലിച്ച് നിൽക്കാറുണ്ടോ? ചിലപ്പോ ഫസ്റ്റ് ടൈമിലൊക്കെ ക്യൂ ഒന്ന് പാലിക്കും. അത് കഴിയുമ്പോ എന്താണ്? നേരം വൈകി ആളുകൾക്ക് മുഷിഞ്ഞൊക്കെ തുടങ്ങുമ്പോഴെന്താണ് അവിടെ ഇങ്ങനെ എന്താണ് കട്ട കൂടി നിൽക്കുന്നത് കാണാം അല്ലെ? ഡോക്ടറിന്റെ ബാത്റൂമിന്റെ മുമ്പില് ഇല്ലേ? അപ്പൊ എന്താണ് അങ്ങനെ കട്ട കൂടി നിൽക്കുമ്പോ പല രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? പനിയായിട്ട് വരാം, ചുമയായിട്ട് വരാം, ജലദോഷം, അങ്ങനെ പല അസുഖങ്ങളായിട്ടുള്ള എന്താണ് പേഷ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട കൂടി നിൽക്കുമ്പോ എന്താണ് പല രോഗങ്ങള് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ പാലിക്കേണ്ടതാണ്. ക്ലിയർ ആയോ? ഇപ്പോ ഹോസ്പിറ്റലുകളില് നമ്മൾ പ്രോപ്പറായിട്ട് ക്യൂ പാലിക്കണം. ഇതിന്റെ ഒരു സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പറായിട്ട് ക്യൂ പാലിക്കുന്നില്ല. അതുപോലെ തന്നെ ചില ആളുകളുടെ എന്താണ് ക്യൂ പാലിക്കാതെ ചില ആളുകൾ അപ്പൊ തന്നെ നമ്മൾ വന്ന് ഓടിച്ചാടി കയറി ഡോക്ടറെ കാണുന്നുണ്ടാവും അല്ലെ? ക്യൂ പാലിക്കുന്നവരുണ്ടാവും, ശശികളാവും അല്ലെ? ഉണ്ടാവാറുണ്ടാ? ചിലവര് ഇല്ലേ? അങ്ങനെയല്ലേ? നമ്മളിപ്പോ ക്യൂ പാലിച്ച് നല്ല എടുക്കാനായിട്ട് നിൽക്കുമ്പോ ചില ആളുകള് ഓടി വന്നിട്ട് അങ്ങനെ ഡോക്ടറെ കണ്ട് അങ്ങനെയും സംഭവിക്കാറുണ്ട് അല്ലെ? പിന്നെ എന്താണ്? നെക്സ്റ്റ് ആണ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. ഇതറിയാലോ? ഏജ് ആയവര് പോയിക്കോട്ടെ എന്ന് വെക്കാം അല്ലെ? ചില ആളുകൾ ഉണ്ടാവും
അപ്പാപ്പൻ അമ്മൂമ്മയൊക്കെ വന്നാല് കുഴപ്പമില്ല, അവർക്ക് പ്രായമായവരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കയറ്റി വിടാറുണ്ട്. ചില ആളുകള് എന്നിരുന്നാൽ കൂടി ഇവരുടെ കൂടെ വന്ന് ഇങ്ങനെ ഓടിക്കയറുന്ന കാണാം. ഇവരുടെ ആ ബാക്കിൽ കൂടി വന്നിട്ട് അങ്ങനെയും കയറുന്ന ആൾക്കാരുണ്ട് കേട്ടോ. മിസ് കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയും സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് 9th വൺ നോക്കിയേ. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. ഡോക്ടർ ചെയ്തിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നുകൾ എവിടെ ഉണ്ടാവണമെന്നില്ല? ഫാർമസിയിൽ ഉണ്ടാവണമെന്നില്ല. ഫാർമസിയിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതൊരു പ്രോബ്ലം ആണ്. ഇനി നെക്സ്റ്റ് നോക്കി 10th വൺ. യൂസസ് ഓഫ് ട്രേഡ്. 9 വരെയും ക്ലിയർ അല്ല എല്ലാവർക്കും? ഇപ്പൊ പറഞ്ഞ 9 വരെയും ഓക്കെ ആണോ പ്രോബ്ലംസ്? ഓക്കെ, 10th വൺ നോക്കൂ കേട്ടോ. യൂസസ് ഓഫ് ട്രേഡ് നെയിം ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടേഴ്സ് ക്രിയേറ്റ് confusion to patients when different name medicines of same genera is supplied to the patient. ഇപ്പോ ഇവിടെ പറയുന്നത് 2 കാര്യങ്ങളാണ്. ട്രേഡ് മെഡിസിൻ ഉണ്ട്, ജനറിക് മെഡിസിൻ ഉണ്ട് കേട്ടോ. ട്രേഡ് മെഡിസിൻ ഉണ്ട്, ജനറിക് മെഡിസിൻ ഉണ്ട്. എന്താണ് ജനറിക് മെഡിസിൻ? ആർക്കെങ്കിലും അറിയോ എന്താണ് ജനറിക് മെഡിസിൻ എന്ന്? ഇനി ഐഡിയ ആർക്കെങ്കിലും? ജനറിക് ആൻഡ് ട്രേഡ് മെഡിസിൻ ഗവൺമെന്റ് ആണ് അല്ലെ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പോ നമ്മളൊരു പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടെ നിന്ന് നമ്മൾക്ക് ഒരു പാരസെറ്റാമോളിന്റെ ഗുളിക തരാറുണ്ട് അല്ലെ, ടാബ്ലറ്റ് തരാറുണ്ട്. അപ്പൊ അവിടെ എന്ത് കളറായിരിക്കും? ഒരു വൈറ്റില് വൈറ്റ് കവറിൽ പൊതിഞ്ഞിട്ടായിരിക്കും അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ് കിട്ടാറല്ലേ. നീല കളറാണ്, ഒരു ചിലപ്പോ ഒരു വയലറ്റ് പർപ്പിൾ കളറിൽ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അതാണ് ഗവൺമെന്റ് തരുന്ന മെഡിസിൻ. അപ്പോ ഈ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് ഒരു കമ്പനി ആദ്യമായിട്ട് ഇറക്കുന്ന, അവർ കുറെ വർഷങ്ങളായിട്ട് അതിനെ കുറിച്ച് അറിഞ്ഞ് അനലൈസ് ചെയ്ത് ഇറക്കുന്ന ഒരു മരുന്നാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഒരു കമ്പനി ആദ്യമായിട്ട് ഇറക്കുന്നു, അതാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആ പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ്. ഇത്രയും മനസ്സിലായോ? അതാണ് ജനറിക് മെഡിസിൻ. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് ഒരു കമ്പനി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന മെഡിസിൻ. ഓക്കെ, ഇനി ട്രേഡ് മെഡിസിൻ എന്ന് പറയുമ്പോ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ എന്ത് കിട്ടാറുണ്ട്? പാരസെറ്റാമോളിന്റെ ഡോളോ ഇല്ലേ? ഡോളോ കിട്ടാറില്ലേ? 600 അല്ല 650 അല്ലെ? ഓക്കെ, 650ന്റെ കിട്ടാറുണ്ടല്ലേ. അത് എന്ത് കളറാണ്? അതിന്റെ റാപ്പിംഗ് എന്ത് കളറാണ്? റാപ്പിംഗ് കവർ എന്താണ്? ബ്ലൂ കളറാണ് അല്ലെ. അപ്പോ ഈ കമ്പനി ഈ ഗവൺമെന്റിന്റെ പാരസെറ്റാമോൾ എടുത്തുകൊണ്ട് അതിന്റെ കളറിങ്, അതുപോലെ അതിന്റെ ഷേപ്പ് അല്ലെ, ഡോളോന്റെ ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് ആണ്. നമ്മൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആ ടാബ്ലറ്റിന്റെ ഷേപ്പ് അല്ല, കളർ മാറ്റി, അതിന്റെ റാപ്പിംഗ് മാറ്റി, അതിന്റെ ഷേപ്പ് മാറ്റി പുതിയ ഒരു മെഡിസിൻ ആയിട്ട്, കണ്ടന്റ് ഒന്ന് തന്നെയായിരിക്കും, പനി മാറുക എന്നുള്ളൊരു കണ്ടന്റ്, അതുപോലെ അതിന്റെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയായിരിക്കും. വേറെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെഡിസിൻ തന്നെ എടുത്തുകൊണ്ട് അതിന്റെ റാപ്പിംഗ് മാറ്റി, കളറിങ് മാറ്റി, ഷേപ്പിംഗ് ഒക്കെ മാറ്റിയിട്ട് പുതിയൊരു ഗുളിക ഉണ്ടാക്കും, ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇപ്പൊ എന്താണ് നമ്മള് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന പാരസെറ്റാമോളിന്റെ സിറപ്പുകള് അല്ലെ, പല തരത്തിലുണ്ടല്ലേ, പല പേരുകളില്, പല ഫ്ലേവറുകളില്, പല കളറിങ്ങില് ഇല്ലേ, മാറ്റം വന്നിട്ട് പുതിയ പുതിയ കമ്പനികൾ ഇറക്കുന്നുണ്ട്. അതിനെയാണ് ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജനറിക് മെഡിസിനും ഉണ്ട്, ട്രേഡ് മെഡിസിനും ഉണ്ട്. രണ്ടും ക്ലിയർ ആണോ? ട്രേഡ് ആൻഡ് ജനറിക് മെഡിസിൻ ക്ലിയർ? ഓക്കെ, അപ്പോ ചില ഡോക്ടേഴ്സ്
ഇപ്പൊ നമ്മുടെ മക്കളെ കാണിക്കാൻ പോകുന്ന ഡോക്ടേഴ്സിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ മാത്രം നമുക്ക് ചില മരുന്നുകൾ കിട്ടാറുള്ളൂ. ആണോ? അങ്ങനെയാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? കിട്ടാറുള്ളൂ. എന്താ കാരണം? എന്തായിരിക്കാം കാരണം? എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്താണ്? ചില കമ്പനീസിന്റെ മെഡിക്കൽ റെപ്പുകൾ വന്നിട്ട് അവർക്ക് കൊടുക്കാറുണ്ടല്ലേ മരുന്നുകള്? ഇല്ലേ? കാണാറില്ലേ? കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണോ? കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ തൃശ്ശൂര് ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ആ മരുന്ന് എറണാകുളത്ത് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടോ? ഇല്ല. അവരിയ്ക്കുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം കിട്ടുള്ളൂ. അവർക്ക് ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ മരുന്നുകൾ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്യുന്ന മരുന്ന് വിറ്റ് പോയാൽ ചെറിയ രീതിയിലുള്ള കമ്മീഷൻ അവർക്ക് കിട്ടും. ഡോക്ടേഴ്സിന് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് അവരിയ്ക്കുന്ന ആ സ്പെസിഫിക് ഏരിയയിൽ മാത്രം അത് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഇത് മിസ് പറയുമ്പോ ക്ലിയർ ആയി ഇല്ലേ? കമ്മീഷൻ കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഏരിയയിൽ മാത്രം, അവരിയ്ക്കുന്ന ഏരിയയിൽ മാത്രം കിട്ടുന്നത്. അപ്പോ ചില ആളുകൾക്ക് ഇവിടെ സംശയം വരുന്നുണ്ട്. അങ്ങനെ ഈ ഡോക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മരുന്നുകൾ കിട്ടുന്നത്? അല്ലെങ്കിൽ വേറെ വല്ല എന്താണ് ലൊക്കേഷനോ അല്ലെങ്കിൽ വേറെ വല്ല ജില്ലകളിലൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് ആ മരുന്ന് കിട്ടാറില്ല. അതെന്തുകൊണ്ടാണ്? ഡോക്ടേഴ്സിന് കമ്മീഷൻ ലഭിക്കുന്നത് കൊണ്ട്. ക്ലിയർ ആയില്ലേ? 10th പോയിന്റ്. ഇനി 11th പോയിന്റ് നോക്കിയേ. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ, ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻസ്. ഇപ്പോ നമ്മൾ എന്താ ഒരു കൊളസ്ട്രോള് കൂടി ബ്ലഡ് ചെക്ക് ചെയ്തു, ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ചെക്ക് ചെയ്ത് നമ്മള് കൊളസ്ട്രോള് കൂടിയപ്പോ എന്തായാലും നമ്മൾ ഡോക്ടറെ കാണണം അല്ലെ? മിനിമം എത്രയാ ഒരാൾക്ക് കൊളസ്ട്രോള് വേണ്ടത്? മിനിമം എത്ര പാടുള്ളൂ? 200 അല്ലെ? 200 പാടുള്ളൂ അല്ലെ? അതിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 280, 290 ആയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? മാക്സിമം ഒരു 230 വരെ ആവാം. എന്നിരുന്നാലും കൂടിയും നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടറെ കണ്ട് ഡോക്ടർ മെഡിസിൻ തന്നു, 1 മാസത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് 1 മാസം കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും ചെക്ക് ചെയ്തപ്പോ ഓക്കെ, നോർമലായപ്പോ വീണ്ടും ഡോക്ടറെ അടുത്ത് വന്നു, റിസൾട്ട് കൊടുത്തു. ഡോക്ടർ അത് പരിശോധിച്ചിട്ട് പിന്നെയും പറഞ്ഞു വീണ്ടും 1 മാസത്തേക്കും കൂടി എഴുതിക്കോളൂ അല്ലെങ്കിൽ കഴിച്ചോളൂ, മരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഡോക്ടർ പറയുന്നത്? എന്തുകൊണ്ടാവാം? അദ്ദേഹത്തിന് ശരിക്കും മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, നോർമൽ ആയി കഴിഞ്ഞു. പിന്നെയും ഡോക്ടർ പറയുകയാണ് വീണ്ടും 1 മാസം നമുക്ക് മരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ മരുന്ന് തരുന്നുണ്ട് ഇല്ലേ? വെറുതെ മരുന്ന് കൊടുക്കുന്നില്ലേ? ആണോ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുക്കുന്നത്? ഡോക്ടറിന് എന്തായിരിക്കാം ബെനിഫിറ്റ് കിട്ടുന്നത് അങ്ങനെ ആ രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോ? എന്ത് കിട്ടും എന്നാലോചിച്ച് നോക്കിയേ. ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ നിന്ന് ആ മരുന്ന് വിറ്റഴിഞ്ഞ് പോവുകയും ഡോക്ടറിന് എന്ത് കിട്ടുന്നുണ്ട്? ആ മരുന്ന് വിൽക്കുമ്പോ ഫീ അല്ലെ, പ്രോഫിറ്റ് കിട്ടും അല്ലെ, കമ്മീഷൻ കിട്ടാം. ഓക്കെ, അവർക്ക് ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്ര ചിലപ്പോ 1 മാസം ഇത്ര മരുന്ന് വിറ്റഴിക്കണം. ഓക്കെ, കൺസൾട്ടേഷൻ ഫീ കിട്ടാം. അതുപോലെ തന്നെ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത് ടാർഗറ്റ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ കമ്മീഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക, ആവശ്യത്തിനുള്ള മരുന്നുകൾ മാത്രം നമുക്ക് കഴിച്ചാൽ മതി. നോർമൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ അസുഖം ഭേദമായാലും ചില ഡോക്ടേഴ്സ് വരും. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കൊറോണ ടൈമില്.
ഈ രണ്ട് വശത്തും ഈ വലിയ ഞരമ്പാണ് നമുക്കറിയില്ല, വലിയ ഞരമ്പ് പോകുന്നുണ്ടെന്ന്. ആ വലിയ ഞരമ്പിൽ കൂടി ഭയങ്കര തലവേദനയാണ്. കുമ്പിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ തലവേദന വന്ന് പിന്നെ കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ തലവേദന കുറച്ച് കുറയുമ്പോൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ കുമ്പിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും തലവേദന. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി MRI എടുത്ത്. തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പൊ വലിയ ഞരമ്പിൽ കൂടി നീര് വീണ് കിടക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞു ഡോക്ടർ. നീര് വീണ് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോ അതിനുള്ള മരുന്ന് ഒരു 2-3 മാസം കഴിച്ചു. പിന്നെയും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുശേഷം തലവേദനയൊക്കെ മാറി. പിന്നെയും ഡോക്ടർ 1 മാസം നമുക്ക് പിന്നെയും മരുന്ന് കഴിക്കാന്ന് പറഞ്ഞു. ഇതിന്റെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാല്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് തലവേദന കുറഞ്ഞു, ഒട്ടും തലവേദനയില്ല. എന്നിരുന്നാൽ കൂടിയും ഡോക്ടർ പറയണേണ് നമുക്ക് 1 മാസം വീണ്ടും നമുക്ക് കഴിക്കാം. അപ്പൊ എന്താണ് ഉദ്ദേശം? അവരുടെ ഫാർമസിയിൽ നിന്ന് ആ മരുന്ന് കഴിഞ്ഞ് പോവുകയും അവർക്ക് ഇത്ര ടാർജറ്റ് ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ കമ്മീഷൻ അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് 12th? Sometimes strong medicine are given by the pharmacist. അതറിയാലോ, നമ്മള് ഫാർമസിസ്റ്റ് അവിടെയുള്ള സ്റ്റാഫുകൾ ചിലപ്പോൾ നമുക്ക് എന്താണ് സ്ട്രോങ് മെഡിസിൻസ് തരാറുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ ഇവിടെ ഒരു കുട്ടി എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, കുട്ടിക്ക് എന്തോ ഇഞ്ചക്ഷൻ കൊടുത്തത് അല്ലെങ്കിൽ മരുന്ന് കൊടുത്തത് മാറിപ്പോയത് കൊണ്ട് അല്ലെ, അങ്ങനെയും കുറെ സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ് 13th നോക്കിയേ, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആരും പണ്ട് കാലങ്ങളിൽ പോകാനായിട്ട് ഇഷ്ടപ്പെടില്ല. കാരണം എന്താണ്, അൺക്ലീൻഡ് ആയിരിക്കും അല്ലെ. സറൗണ്ടിങ്സ് ആയാലും അതുപോലെ തന്നെ ടോയ്ലറ്റുകളൊക്കെ ആയാലും നമുക്ക് എന്താണ് അറയ്ക്കും കയറാനായിട്ട് അല്ലെ, ഒരു മടുപ്പ് വരും അല്ലെ അവിടെയൊക്കെ പോവാനായിട്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പൊതുവെ മാറിക്കഴിഞ്ഞു, നല്ല ക്ലീൻ ആയുള്ള പരിസരങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? 13 പോയിന്റ്സ് ഉണ്ട് കേട്ടോ സ്പെസിഫിക് പ്രോബ്ലംസിൽ. ട്രേഡ് മെഡിസിൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ട്രേഡ് മെഡിസിൻ മനസ്സിലായവര്? ട്രേഡ് മെഡിസിനും ഉണ്ട്, ജനറിക് മെഡിസിനും ഉണ്ട്. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനം ആദ്യമായിട്ട് ഇറക്കുന്ന മെഡിസിനെയാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ചില കമ്പനീസ് എന്ത് ചെയ്യും, ആ മരുന്ന് തന്നെ എടുത്തിട്ട് അതിന്റെ റാപ്പിംഗ് മാറ്റി, ഷേപ്പ് മാറ്റി, അത് തന്നെയായിരിക്കും കണ്ടന്റ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പാരസിറ്റമോളിന്റെ ടാബ്ലറ്റ് മാത്രം നിങ്ങളൊന്ന് എക്സാമ്പിൾ എടുത്താൽ മതി, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്ത് ചെയ്തു, വേറെ കമ്പനി അത് ഡോളോ അല്ലെ, ഡോളോ എന്നാക്കിയിട്ടുള്ള പേരുകളില് അത് ഇറക്കാൻ തുടങ്ങി. അതിന്റെ റാപ്പിങ്ങില്, അതുപോലെ തന്നെ അതിന്റെ കളറിങ്ങില്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരുത്തി പുതിയൊരു ടാബ്ലറ്റ് ആക്കി ഇറക്കി. ഇതാണ് ട്രേഡ് മെഡിസിൻ. ഇനി എന്താ സംശയം വന്നത്? ക്ലിയർ ആണോ? തേർഡ് വൺ എന്താ, പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വേണം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല, നമുക്ക് വിളിച്ചു പറയണ്ട അല്ലെ, ബുക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഗേറ്റ് ഓപ്പൺ ആക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആളുകൾ ക്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഇപ്പോ വ്യാഴാഴ്ച ടൈമിലൊക്കെയാണ് തോന്നുന്നുണ്ട് പ്രഷറിനൊക്കെ ഗുളിക കൊടുക്കുന്നത് ഇല്ലേ, മുതിർന്ന ആളുകൾക്കൊക്കെ അത് ഫ്രീ ആയിട്ട് ഗുളിക കൊടുക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എന്റെ വീടിന്റെ അടുത്തൊരു അമ്മാമ പോവാറുണ്ട്. കാലത്ത് തന്നെ 7 മണി ആ ടൈമിലൊക്കെ പോണാണ്. കറക്റ്റ് ആയിട്ട് ബുക്കിംഗ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവര് പറയും പോയാല് നമുക്ക് വേഗം തന്നെ മരുന്ന് കിട്ടി വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പറ്റുള്ളൂ എന്ന് പറയും. കാലത്ത് തന്നെ പോണതാണ് അവര്. അപ്പൊ അങ്ങനെയാണ് അവിടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നും ഇല്ലാതെ ഉള്ള സാഹചര്യം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്രോപ്പർ ആയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോ അവിടെ എന്താണ്, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തിരക്കായിരിക്കും. അവരുടെ ഓഫീസ് ടൈം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും വരെ വായിച്ചിട്ട് വരാം. സ്പെസിഫിക് ആൻഡ് ജനറൽ പ്രോബ്ലംസ്.
ഓക്കെ, താങ്ക് യു. ഗവൺമെന്റിൽ ടോക്കൺ ഉണ്ടല്ലേ? ഓക്കെ, അതെ, ടോക്കൺ സിസ്റ്റം ഉണ്ട്.